കുറിച്ചുള്ള സൂക്തങ്ങൾ, മന്ത്രങ്ങൾ ഉണ്ട്. ഋഗ്വേദത്തിലാണ് ഓണത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്. വൈദികമാണ് ഓണം എന്നർത്ഥം. വൈദികമായ ഓണത്തിന് പിന്നെ മലയാള നാട്ടിൽ ഭാസ്കരലിപി വന്ന തൊട്ട് ഒരു നടപ്പ് ഉണ്ടായി. തൃക്കാക്കര ആരംഭിച്ചു, എന്നിട്ട് അത് പകർന്നു എല്ലായിടത്തും വ്യാപിച്ചു. എല്ലാ വീട്ടിലും പൂക്കളായി. ഞാനിപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ, നീട്ടാൻ പാടില്ല എന്നെനിക്കറിയാം. കൂടുതൽ വീഴണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എനിക്ക് പറ്റുമെങ്കിലും പിന്നീട് എപ്പോഴെങ്കിൽ പറയാം. ഇത് വലിയ വിഷയമാണ്. ഇത്രയും മാത്രം ചിന്തിക്കുക. ഓണത്തിന് വേദത്തിലാണ് പേര്. ഭാരതീയമായ മഹത്തായ ലോകസങ്കല്പമാണ് ഓണം. ഇതൊക്കെ തെളിയിക്കാൻ എനിക്ക് പറ്റും. ഞാൻ നീണ്ട ലേഖനം എഴുതിയിട്ടുണ്ട്. എന്തായാലും ആ ഓണത്തിന് വളരെ പരിമിതമായ ഒരർത്ഥമല്ല ഉള്ളത്. പ്രപഞ്ചത്തെ പാലിക്കുക എന്ന മഹത്തായ ഒരർത്ഥമാണ് ഉള്ളത്. അതുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന മലയാളി ഒട്ടും ആ കാര്യത്തിൽ പിന്നിലല്ല. ഓണം ലോകത്തിൻ്റെ പരിപാലനത്തിനായുള്ള, സമത്വത്തിനായുള്ള ഒരു ദർശനവും അനുഷ്ഠാനവുമാണ് എന്നതിൻ്റെ പേരിലാണ് ഈ ഊണും ഈ കോടി ഉടുക്കലും എല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് നാം സൃഷ്ടിക്കുന്ന ഓണം സോഷ്യലിസ്റ്റ് സമൂഹത്തിനായിട്ടുള്ള ഓണം എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യാനുള്ള മനോബലവും കർമ്മബലവും സമ്പദ്ബലവും നമുക്ക് തന്നെ നാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ NSS എന്ന് പറയുന്ന ഇവിടുത്തെ ഹൈദരാബാദിലെ ഈ സംഘടന 10 വർഷം കൊണ്ട് ഇത്രയും ചുവട് വെച്ചെങ്കിൽ വാമനൻ ചുവട് വെച്ചതുപോലെ ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ആകാശത്തിലേക്കും ചുവട് വയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണമുണ്ട്, ഞാൻ ഒരാളിൻ്റെ വിളി കൊണ്ടാണ് ഇത് മനസ്സിലാക്കിയത്. എന്നും ഒരൊഴിവുമില്ലാതെ എന്നെ വിളിച്ചു നിരന്തരം ഉപദ്രവിച്ച ഒരു മനുഷ്യനാണ് സുരേഷ് കുമാർ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും നിലവിളിച്ച് ഉപദ്രവിച്ചില്ലെങ്കിൽ ഞാനിങ്ങ് വരുമായിരുന്നില്ല. സത്യമായിട്ട് ഇന്നൊന്ന് വളരെ കടുപ്പമായിരുന്നു. രാവിലെ വിളിക്കും, വൈകുന്നേരം വിളിക്കും. എന്ത് ആവേശമാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ വിളിയാണ് സാഹോദര്യവും സ്നേഹവും നിറഞ്ഞ വിളി. ദൂരെയിരുന്ന് വിളിച്ചാലും ഒരാളുടെ സ്വരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സറിയാം. ആ വിളിയാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഈ 10 വർഷമായി സംഘടനയെ ഈ തലത്തിൽ എത്തിക്കണമെങ്കിൽ ഏറ്റവും അന്നത്തെ ഉത്തരാൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് നിങ്ങൾക്ക്